വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. അപ്പൊ നീ എന്താന്ന് വെച്ചാൽ നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി. അത് ഞാൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കിക്കോളാം. ശരി. അല്ല, ഇതാരെ മാറ്റിനോ? ഇതെന്താ ഇവിടെ? അതുകൊള്ള നല്ല ചോദ്യം. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്ന. ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? നിന്റെ മൊബൈൽ ഞാൻ വിളിച്ചത് കിട്ടണ്ടായിരുന്നില്ല. അത് ഞാൻ എടുക്കാൻ മറന്നുപോയതാ. മറന്നുപോയത് മാത്രമല്ല, സൈലന്റും ആയിരുന്നു. ആണോ? ഡാ, അങ്ങനെ ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് അപ്പൊ നിന്റെ ഭാര്യ പറഞ്ഞത് നീ ഇവിടെ കാണുന്നു. ഞാൻ ഇങ്ങോട്ടാണെങ്കിൽ ഈ ഫോൺ കൊടുത്തേക്കെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യ എന്നെ ഏൽപ്പിച്ചതാ. എന്തായി, നിന്റെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടൊന്നുമില്ല, നടക്കുന്നു. അത് പറയാൻ കൂടിയാ നിന്നെ കാണാൻ വേണ്ടി വന്നത്. തേപ്പ് കഴിയാറായി. പിന്നെ ഇതല്ലാതെ വേറെ എവിടെയൊക്കെ നിനക്ക് വർക്കുള്ളത്? ഇതുകൂടാതെ 2 സൈറ്റ് കൂടി ഉണ്ട്. ഒന്ന് കോമ്പാറയിലും വേറൊന്ന് പടമുകളിലും. എന്താടാ ഇതിന്റെ ഇടയിൽ നമ്മുടെ പണി ചെയ്യാൻ നേരം ഉണ്ടാവുമോ? അതെന്ത് വർത്താനടാ നീ പറയണത്? നിന്റെ വീടിന്റെ പണിയെടുത്താൻ നേരം ഉണ്ടാവുമെന്നോ? വേണ്ടി വന്നാലേ 4ഉം 5ഉം വർക്ക് സൈറ്റിൽ പണിയെടുത്താൻ പറ്റിയ അത്രയും പെയിന്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ എന്ത് നോക്കാൻ? ഒരാഴ്ചക്കുള്ളിൽ തേപ്പ് കംപ്ലീറ്റ് തീരും. തേപ്പ് തീരട്ടെ, ഉടൻ നമുക്ക് വൈറ്റ് അടിച്ചിടാം. ഇതേപോലെ ബാക്കി നമുക്ക് തകർക്കാന്നേ. അപ്പൊ അടുത്ത ദിവസം ഒന്നങ്ങനെ ഇറങ്ങും. എന്നിട്ട് നമുക്കേ പെയിന്റ് എടുക്കാനുള്ള ലിസ്റ്റ് റെഡിയാക്കാം. അങ്ങനെ ആയിക്കോട്ടെ. ജെയ്സിനെ അറിയില്ലേ? പിന്നെ ജെയ്സിനെയാണോ കോൺട്രാക്ട് ഏൽപ്പിച്ചിരിക്കുന്നത്? അവൻ മിടുക്കനല്ലേ? പെയിന്റിങ്ങും ഫർണിച്ചർ വർക്കും ഒഴിച്ച് ബാക്കിയെല്ലാം, പ്ലംബിംഗ് ഉൾപ്പെടെ എല്ലാം ഞാൻ ജെയ്സിനെ ഏൽപ്പിച്ചിരിക്കണം. പറഞ്ഞോണം, ഫർണിച്ചർ വർക്ക് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? അത് പിന്നെ പറയാനുണ്ടോ? ജെയിംസ് സാറിനെ, അല്ലാണ്ട് ആരാ? അല്ല, നീ എങ്ങനെയാ വന്നത്? ഞാൻ ഒരു ഓട്ടോ വിളിച്ചിങ്ങോട്ട് പോന്നു, ആ കവല വരെ. പിന്നെ അവിടെ നിന്ന് കിടന്ന് നടന്നു. കുറച്ചു നേരം നിന്നാ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. വേണ്ട, പോയിട്ടേ ആ ജെയിംസ് ചേട്ടൻ ഒന്ന് കാണണം. പിന്നെ 1-2 സ്ഥലത്ത് കൂടി പോകാനുണ്ട്. എന്തു പറ്റിയടാ പെട്ടെന്ന് അങ്ങോട്ട് സൈലന്റ് ആയത്? അല്ലടാ, ഈ മരപ്പണിക്കേ അയാളെ അല്ലാതെ വേറെ ആരും നിനക്ക് കിട്ടിയില്ലേ? എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നേരെ ചൊവ്വേ വർക്ക് കണക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങേരെ ആള് ശരിയല്ലടാ. കപട നാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും.
മത്തായി 7-ാം അധ്യായം 5-ാം വാക്യം. ഛേ, നീ ഇത് ജെയിംസ് ചേട്ടനെ പറ്റി പറഞ്ഞത്? പിന്നല്ലാതെ. അല്ല, 3-4 വർഷം മുമ്പേ എൻ്റെ ചേട്ടൻ്റെ വീട് പണി നിങ്ങൾ ഒരുമിച്ചല്ലേടാ പണിതത്? അതൊക്കെ അന്ന്. ഇന്നിപ്പോൾ ഞാൻ അയാളോട്ട് യാതൊരു കണക്ഷനും ഇല്ല. എന്തിന് മിണ്ടാറ് പോലും ഇല്ല. അല്ല, നിങ്ങൾ തമ്മിൽ എന്താടാ പ്രശ്നം? അങ്ങനെ ചോദിച്ചാൽ ഒരു വർക്ക് സൈറ്റിലെ പ്രശ്നമാണ്. എടാ നീ അത് വിട്. അത് പറയാൻ പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ അയാളോടും അയാൾ എന്നോടും ഇപ്പം മിണ്ടാറില്ല. ആ, നമുക്ക് ഒരുമിച്ച് പോന്ന്. നീ ഓട്ടോ ഒന്നും വിളിക്കണ്ട. ഒരു 5 മിനിറ്റ് നിൽക്ക്, ഞാൻ ദേ വന്നു കഴിഞ്ഞു. ആ, എടാ ജെയ്സണല്ലേ വരുന്നത്? ആ, നിർത്ത് 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 നിർത്ത്. ചാർലി, എന്തൊക്കെയുണ്ട്? ആ, അങ്ങനെയൊക്കെ പോണ്ട. വർക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ വർക്കൊക്കെ ഉണ്ട്. ഈ മാർട്ടിന്റെ വർക്ക് ഞാനാണ് ചെയ്യുന്നത്. ആ, മാറ്റം പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ. ഓ ശരി. നീ ഹെൽമെറ്റ് കൊണ്ടേക്കോ. ആ, അവിടെ തൂക്കി. നിന്റെ ഹെൽമെറ്റ് ഇല്ലേ? എടുത്തിട്ടുണ്ടെടാ. ആ, ഓക്കെ. ആ, ശരി. ഓക്കെ, ശരി. ശരിടാ. ഞാനിവനെ ചാറിലൊന്ന് കാണാൻ വേണ്ടി പോയതാ. ഇവനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഒരു വിവരം അറിയണത്. എന്താണ്? ഈ ചാർലിയും ജെയിംസ് ചേട്ടനും തമ്മിൽ അത്ര വലിയ രസത്തിലല്ലെന്ന്. അത് നിനക്കറിയില്ലേ? ഇല്ല. നീ ഫർണിച്ചറിന്റെയും പെയിന്റിങ്ങിന്റെയും ആളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ബന്ധുക്കളായിരിക്കും. ഇവരാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറയില്ലേ ഇവര് തമ്മിൽ ഉടക്കാണെന്ന്. ആ, എന്നിട്ടിപ്പോൾ എന്ത് തീരുമാനിച്ച്? ആരെങ്കിലും ഒരാൾ പിന്മാറിയിട്ടില്ല. ജെയിംസ് ചേട്ടനാ മരപ്പണിന്ന് പറഞ്ഞപ്പോ ചാർലിക്ക് അത് പിടിച്ചിട്ടില്ല. പിടിക്കില്ല. ഇവരെ രണ്ടുപേരും ഞാൻ എൻ്റെ ഒരു വർക്കിന് വേണ്ടി വിളിച്ചായിരുന്നേ. സൈറ്റിൽ വെച്ച് തമ്മി കണ്ടതും രണ്ടുപേരും 2 വഴിക്ക് ഒറ്റ പോക്കാം. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. എന്താ ഇവർ തമ്മിലുള്ള പ്രശ്നം ചാർലിയോട് ചോദിച്ചപ്പോ ചാർലി പറയുക, എന്നോട് അയാൾ മിണ്ടൂല, ഞാൻ അയാളോട് മിണ്ടില്ലെന്ന്. മിണ്ടില്ല. പക്ഷേ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാരവപ്പാ. ഒരാൾ ചെയ്ത പണി മറ്റേ ആൾ കൊളോക്കും, മറ്റേ ആൾ ചെയ്ത പണി ഇയാൾ കൊളോക്കും. പിന്നെ ആരെങ്കിലും വർക്കിന് വിളിക്കുമോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 13-ാം വാക്യം. അവന്മാര് പോട്ടെ. പിന്നെ എനിക്ക് ആ ഇലക്ട്രിസിറ്റി ഓഫീസ് വരെ ഒന്ന് പോകണം. ആ രമേശിന്റെ വീടിന്റെ പാലുകാച്ചാണ് അടുത്ത ആഴ്ച. ഇലക്ട്രീഷ്യൻ അവിടെ വരുവേ. ഈ കണക്ഷൻ കൊടുത്തതിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. ഞാനാണ് ഈ രമേശിന് ഇലക്ട്രീഷ്യന് പരിചയപ്പെടുത്തി കൊടുത്തേ. എടാ, നമ്മുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യണ്ടേ? അതെ. അതൊന്ന് അന്വേഷിച്ച് കളയാം. ഞാനുണ്ട് അങ്ങോട്ട്. ആ, എന്നാ വാ. വാ. ആ, മാർട്ടിനെ, ആ, ഇതെന്താ ഇവിടെ വരാൻ പറഞ്ഞത്? ഏയ്, ചേട്ടനൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാന്ന് കരുതിയാ. ഓ, ചേട്ടാ, ആ. നമുക്ക് മരം എടുക്കണം, ആ. പണി തുടങ്ങണം. അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമെന്ന് കരുതിയാ. അതിനെന്താ മാർട്ടിനെ, എന്ന് വേണമെന്ന് മാർട്ടിൻ പറഞ്ഞാൽ മതി. ടോട്ടല് നമുക്ക് താഴെ 14 ജനലും 8 കട്ടില, മുകളിൽ 9 ജനലും 6 കട്ടിലേം വരും. ആ, അപ്പോൾ 23 ജനല്, ആ, 14 കട്ടില. ആ. വലിയ റേറ്റ് വരാത്ത മരവും വേണം. എന്നാൽ എളുപ്പം ചെതലും പൂപ്പലും പിടിക്കാത്തതായിരിക്കണം. അതെ. മാർട്ടിനെ, നമുക്ക് പറ്റിയ പാർട്ടിയുണ്ട്. നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ രീതിയിലുള്ള മരങ്ങളും ഉണ്ട്. അതെ, എൻ്റെ ചേട്ടൻ്റെ വീട് കൊണ്ട് ചെയ്ത പോലെ ഭംഗിയായിട്ട് ചേട്ടൻ അങ്ങോട്ട് ചെയ്താൽ മതി. അത് മാർട്ടിൻ പ്രത്യേകം എടുത്ത് പറയണോ? എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ വർക്ക് അന്ന് ഞങ്ങളുടെ കുടുംബക്കാർക്ക് പിടിച്ചത് കൊണ്ടാ എൻ്റെ വീടിൻ്റെ വർക്ക് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും പ്രത്യേകം വേണമെന്ന് തീരുമാനിക്കുകയും അത് കോൺട്രാക്ട് ഏൽപ്പിച്ചിരിക്കുന്ന ജെയ്സണോട് പറയുകയും ചെയ്തത്. മനസ്സിലായ? അല്ല, അത് ഞങ്ങൾ 2 പേരെന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? ഇല്ല.
അത് പെയിൻറ്റിങ് വർക്ക് ചാർലിയെയും ഫർണിച്ചർ വർക്ക് ജെയിംസ് ഏട്ടനെയും. ഓ, അവൻ ചാർലിയും വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? എന്താ ഏട്ടാ? ഏയ്, ഒന്നും ഉണ്ടായിട്ടല്ല. ഞങ്ങൾ തമ്മിലിപ്പോൾ അത്ര രസത്തിലല്ല. എന്തിനി? തമിഴ് സംസാരിക്കുക പോലുമില്ല അല്ലേ? ഉം. പിന്നെ ഇത് നിങ്ങളുടെ വർക്കായതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനിതിന്ന് പിന്മാറിയേനെ. ഇതിനും വേണ്ടും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങളുടെ ചേട്ടൻ്റെ വർക്കൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ലേ ആ വീടിൻ്റെ ഫർണിച്ചർ വർക്കും പെയിൻറ്റിങ് വർക്കും എല്ലാം ചെയ്തിട്ടുള്ളത്? അതെ, എനിക്കറിയാലോ. അന്ന് ആ പ്രദേശത്ത് നടന്നിരുന്ന ഒട്ടുമിക്ക വർക്കുകളും നിങ്ങളല്ല ചെയ്തിരുന്നത്. ഈ വഴക്കൊക്കെ അങ്ങോട്ട് മറന്നു കളയേട്ടാ. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18-ാം അധ്യായം 16-ാം വാക്യം. മറന്നു കളയാണ്. ആ, അന്ന് ഈ ജേസ എൻ്റെ കൂടെ വർക്കറാ. ആ ഇടയ്ക്ക ബാലുശ്ശേരി വർഗീസിൻ്റെ വീടിൻ്റെ പണി ഒന്നിച്ച് വർക്കെടുത്ത് നടത്താൻ അന്ന് ചാർലി ഞാനും കരാറായത്. അന്ന് ജേസനെ കാണാൻ ഒരിക്കൽ സൈറ്റിൽ വരുമ്പോഴാണ് ഈ വർഗീസിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞ് എൻ്റെ പണിയിലെല്ലാം കുഴപ്പം. പണിത് വച്ച കട്ടിലയും ജനലയും എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ അളവൊന്നും അങ്ങോട്ട് ശരിയാവണില്ല. ഇതെന്ത് പറ്റിയതാണെന്ന് ഞാനും ചാർലിയും എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടണില്ല. ഒടുവിൽ പെയിൻറ്റിങ്ങിലും കുഴപ്പം. പണി ഫിനിഷ് ആകാത്തത് കൊണ്ട് വർഗീസിനും വീട്ടുകാർക്കും അവർക്കും പ്രശ്നം. ആദ്യത്തെ വർക്ക് അത് കുളമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒടുവിൽ അവൻ്റെ പണിക്കാരെ കൊണ്ട് ഞാൻ മനഃപൂർവ്വം അവൻ്റെ പണി കുളമാക്കിയതാണെന്ന് അവൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ തർക്കമായി. പിന്നീടാണ് ഞാൻ മറ്റൊരു സത്യം അറിയുന്നത്. എൻ്റെ പണിയിലുണ്ടായ കുഴപ്പങ്ങൾക്കൊക്കെ അവനും അവൻ്റെ പണിക്കാരുമാണ് കാരണക്കാരെന്ന്. അന്ന് ഞാൻ ആ വർക്ക് വിട്ടു. അവനും വർഗീസിന് ഞങ്ങൾ രണ്ടുപേരും കൂടി നഷ്ടം വന്ന കാശ് കൊടുക്കേണ്ടി വന്നു. പിന്നീട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഈ ജെയ്സനാ. അതോടുകൂടി അവന് നല്ല വർക്കുമായി. നല്ലവനാ. ഇടയ്ക്ക് എനിക്ക് വർക്ക് പിടിച്ചു തരും. പക്ഷേ ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചാൽ ഞാൻ പോകാറില്ല. അങ്ങനെ ഉറ്റ ചങ്ങാതിമാരായ നിങ്ങൾ തമ്മിൽ സംസാരിക്കാണ്ടായി. ഉം. ഇത്രയും നേരം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചേട്ടൻ നേരിട്ട് കണ്ടോ? ചേട്ടൻ്റെ വർക്കിൽ ചാരല് കുഴപ്പമുണ്ടാക്കുന്നതോ ചാരയുടെ പണിക്കാരെ കുഴപ്പമുണ്ടാക്കുന്നതോ? അതില്ല. എല്ലാം ഞാൻ പറഞ്ഞു കേട്ടതാ. കൂടുതലും ഈ ജെയ്സനെ പറഞ്ഞിട്ടുള്ളത്. അവൻ ആള് മിടുക്കനാ. അവൻ്റെ അത്തരത്തിലുള്ള മിടുക്കുകളാ ഇന്ന് അവനൊരു ബിസി വർക്കറാക്കിയത്. പക്ഷേ ഈ ചാർലി എൻ്റെ കൂടെ നിന്ന് എന്നെ വഞ്ചിച്ചവനാ. അവനോടാ എന്നോട് ക്ഷമിക്കാൻ നീ പറഞ്ഞത്. അതൊന്നും നടക്കില്ല. പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ പണി നടക്കുമ്പോൾ മനഃപൂർവ്വം ഒരു കുഴപ്പത്തിനും ചാർലി ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതെ, അവൻ്റെ പണി നടക്കുമ്പോൾ എന്നെ നീ ശ്രദ്ധിച്ചോ. ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നല്ല പണിക്കാരായ നിങ്ങളുടെ സേവനം ലഭിക്കാൻ ഞാനതിന് തയ്യാറാവും. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു. സുഭാഷിതങ്ങൾ 15-ാം അധ്യായം 1-ാം വാക്യം. ചിയേഴ്സ്. ഈ നല്ല കാമാങ്കോയിട്ട് ഏരിയ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മനസ്സ് തുറക്കണമെന്നൊക്കെ തോന്നും അല്ലേ? ഞാനും ആഗ്രഹിക്കണതൊക്കെ തന്നെയാണ്. എടാ നിനക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തുറന്നോടാ.
എനിക്ക് കേൾക്കാമല്ലോ. എടാ വേറെ ഒന്നുമല്ല, ആ ആ ചാർലിയും ജോസഫേട്ടനും ഉണ്ടല്ലോ, ആ അവര് നല്ല പണിക്കാരാ. അതെനിക്കറിയാല്ല. അവര് നല്ല സ്വഭാവമുള്ളവരുമാണ്. പക്ഷേ എന്ത് ചെയ്യാം, കണ്ടാ മുണ്ടൂലല്ല. മാർട്ടിന് നിനക്കറിയോ ആ അവരെ മിണ്ടിക്കാണ്ടാക്കിയത് ആരാ? ആരാ? ഞാൻ പറയില്ല. നീ പറഞ്ഞില്ലെങ്കിൽ പറയണ്ട. നീ ഒന്നും കൂടെ അടിച്ചത് അങ്ങോട്ട്. അത് ന്യായം. അവരാ മിണ്ടിക്കാണ്ടിരിക്കാതാക്കിയ ഒരു കാരണം ഉണ്ടാവൂല. അത് ന്യായമായ ചോദ്യം. കൊടുകൈ തീർച്ചയായിട്ടും കാരണമുണ്ട്. ആ മിണ്ടിക്കാതാക്കിയവൻ നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറയണ എന്തിനാ? ആ ആള് തന്നെയല്ലേ ഈ മുമ്പിലിരിക്കണത്. അവന്മാരെ രണ്ടുപേരെയും രണ്ടു വഴിക്കാക്കിയ ആ ഭയങ്കര ബുദ്ധിമാൻ ഞാനാണ്. എടാ അവര് നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്തു ദ്രോഹം ചെയ്യുന്ന ഇവന്മാരുടെ നല്ല സ്വഭാവം കാരണം ഉണ്ടല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ഇവന്മാര് പരിചയപ്പെട്ട ആ വർഗീസ് ഉണ്ടല്ല, എന്റെ കൂട്ടുകാരൻ, അവന്മാരോട് താല്പര്യം തോന്നി അവന്റെ വീടിന്റെ പണി ഇവന്മാർക്ക് കൊടുത്തു. ഞാൻ ആറ്റുനോറ്റ് കാത്തിരുന്ന ആ ബാലുശ്ശേരി വർഗീസിന്റെ വർക്കുണ്ടല്ല, അത് അങ്ങനെ യുവമാർക്ക് കിട്ടി. എനിക്ക് സഹിക്കോ? ഒരു തലനാരിഴക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയ ആ വർക്കുണ്ടല്ല, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടേ പഴയ ബ്രിട്ടീഷുകാരുടെ തന്ത്രം ഞാൻ ഉപയോഗിച്ചു. പരസ്പരം ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന രീതി ഉണ്ടല്ല, ഡിവൈഡഡ് ആൻഡ് റൂൾസ്. വികടബുദ്ധി കലഹം പരത്തുന്നു. ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 28-ാം വാക്യം. ഓ ഇങ്ങനെ ഒരു കഥ ഇതിന്റെ പുറകിലുണ്ടല്ലേ? പിന്നെ അല്ലാണ്ട്. പക്ഷെ എനിക്കതിൽ ഇനി കുറ്റബോധം തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഉച്ചക്കല്ലേ എന്നെ കുറിച്ച് എന്നാ പറ. എനിക്ക് കുറ്റബോധം ഇല്ലെന്ന്. ഇല്ല. ആ ഹലോ ഹലോ, ഞാനാ ചാർലി, ജെയിംസ്. ഹലോ ഹലോ. ആ ഹലോ പറയേട്ടാ. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. ആ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ? ചേട്ടൻ എവിടെയാ ഉള്ളത്? ഞാൻ വീട്ടിലാ. ദേ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാനവിടെ എത്താം. ഓ ആ വാ. എന്താണ് ഇന്നലെ ഇച്ചിരി ഓവറാണെന്നല്ലേ? ഇത്തിരി ഓവറായി. ഇത്തിരിയല്ല, കുറച്ച് ഓവറായി പോയി. ഒരു കണക്കിന് ഓവറായത് നന്നായി. എന്തിനാ മാറ്റി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വേറെ ഒന്നുമില്ല ജയ്സ, ഇന്നലെ നമ്മളൊന്ന് കൂടി പിരിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് തിരുത്തലുകൾ വരുത്തി. പ്രത്യേകിച്ച് ചാർലിയുടെയും ജെയിംസേട്ടൻ്റെയും പിരിയലിന്റെ കഥ ജെയ്സണിൽ നിന്ന് കേട്ടപ്പോ അവര് തമ്മിൽ പിരിയേണ്ടവരല്ല, അവര് ഒന്നിച്ച് ഒരുപാട് നല്ല വീടുകളൊക്കെ പണിയേണ്ടവരാണെന്ന്. അതുകൊണ്ട് ഞാൻ അവരുടെ പിണക്കം അങ്ങോട്ട് മാറ്റി. പിണക്കം മാറ്റിയെന്ന? ആ എങ്ങനെ? അവരൊന്നും ഒരിക്കലും ഒന്നിക്കില്ല. അല്പം വക്രബുദ്ധിയ. ജെയ്സനെ പോലുള്ളവർക്ക്
ഇത്തരം പ്രവൃത്തികൾക്ക് ഇതേ പറ്റൂ. അതായത് ജെയ്സൺ പറഞ്ഞതെല്ലാം ഞാനങ്ങോട്ട് റെക്കോർഡ് ചെയ്തിട്ട് എടുത്തു. അവർക്ക് രണ്ടുപേർക്കും ഈ ഓഡിയോകൾ അയച്ചും കൊടുത്തു. അല്ല ഇരിക്കവിടാ, ഞാനൊന്ന് പറയട്ടെ. എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞെന്നുള്ള ഓർമ്മയില്ലല്ലേ? ഞാൻ ആ ഓഡിയോ ജെയ്സനും അയച്ചു തരാം. അപ്പൊ എല്ലാം മനസ്സിലായിക്കോളൂ. ജെയിംസ് ഏട്ടാ, ചാർലി, നിങ്ങളുടെ പോരി. ഇരിക്ക്. എടാ, ബാലുശ്ശേരി വർഗീസിന്റെ വർക്ക് നിനക്ക് നോക്കി നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലേ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? എടാ, നല്ല മനസ്സോടെ ഞങ്ങൾ ആ വർക്ക് നിനക്ക് തരില്ലായിരുന്നോ? അല്ലാതെ ഇത് വേണ്ടായിരുന്നു. ദേ, ഞാനതുപോലെ തുറന്നു പറയാണ്ടിരിക്കുന്നില്ല. അതെ, ജെയിംസ് ഏട്ടനും ചാർലിയും കൂടി ചെയ്യുന്ന എൻ്റെ വർക്ക് ഒരു ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. എന്തായി സാ? അത് കൊണ്ടുപോയിക്കോട്ടെ. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സങ്കടം നൽകിയ കാലത്തെ മറക്കണം, പക്ഷേ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്. ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, എൻ്റെ വീട് പണി കഴിയുന്നത് വരെ എൻ്റെ കുടുംബത്തിൽ നീ ഒരു പാഠം ഉണ്ടാക്കാൻ നിൽക്കരുത്, ഉണ്ടാകരുത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.